മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ മാസം മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ടൈമിൽ നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു ഹെറിറ്റേജ് അവർ UK ഡർബി എന്ന സ്ഥലത്ത് ഒരു ഏകദിന ശിബിരം നടത്തുന്നു എന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. ആ ശിബിരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു സന്ദേശം അതിൻ്റെ കൺവീനറും അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സദസ്സിൽ ഞാൻ നേരിട്ട് വന്ന് ഒരു ക്ലാസ് എടുക്കണമെന്ന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പറയുകയുണ്ടായി. കേരളത്തിൽ 22, 23, 24, 25 തീയതികളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രഭാഷണങ്ങൾ 3-4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരിക്കലും പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ഒരു സന്ദേശം യൂട്യൂബിലൂടെ നൽകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഡർബിയിലെ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഡർബിയിലെ 23-ാം തീയതി മെയ് 23-ാം തീയതി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു സന്ദേശം സമർപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അധികം പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. ആധുനിക ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച്, പുരാവസ്തു ഗവേഷകരുടെ പഠനമനുസരിച്ച് BC 8275 മുതൽക്ക് നമ്മുടെ പൈതൃകത്തിന് ഈ ഒരു രൂപവും ഭാവവും കൈവന്നിട്ടുണ്ട് എന്ന് കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പഠനത്തിൽ നിന്നും ആർട്ടിഫാക്റ്റുകൾ കണ്ടുപിടിച്ചതിൽ നിന്നും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു സംസ്കാരം വിദേശത്ത് നിന്ന് വന്ന അലക്സാണ്ടറും പിന്നീട് AD 995 മുതൽക്ക് 600 വർഷം ഹൈന്ദവ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് കടന്നു കയറിയ വിദേശ മുസ്ലിങ്ങളും അതിനുശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും അങ്ങനെ ഒരു 950 വർഷം ഈ നാട് ഭരിച്ചിട്ട് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഉന്മൂലനം ചെയ്തിട്ടും അചഞ്ചലമായി നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം. കേവലം 62 വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടീഷിലെ ക്രിസ്ത്യൻ മിഷണറിമാര് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ പൂർണ്ണമായിട്ടും ക്രൈസ്തവവൽക്കരിച്ചു. 252 വർഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും മതപരിവർത്തനം ചുവട്ടിലും ഭരണം മുകളിലുമായിട്ട് നടത്തിയിട്ടും ഭാരതത്തിലെ സനാതനധർമ്മം നശിച്ചില്ല, മരിച്ചില്ല. അതിന് കാരണം ഭാരതം എന്ന രാഷ്ട്രം, നമ്മുടെ സംസ്കാരം ബാഹ്യമായ മാറ്റങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടല്ലായിരുന്നു സ്ഥാപിച്ചത്. ഭാരത സംസ്കാരം എന്നും ആന്തരികമായ മാറ്റങ്ങളിൽ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഉപനിഷത്തിലെ ശാന്തി മന്ത്രത്തിന്റെ ആന്തരികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരത സംസ്കാരവും
സനാതനധർമ്മവും ഹൈന്ദവ ചിന്താധാരകളും നിലനിന്നത്. പിന്നീട് പോർച്ചുഗീസ് മിഷണറിമാരും ഇംഗ്ലീഷ് മിഷണറിമാരും സാധിക്കാവുന്നതെല്ലാം ചെയ്തു ഈ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ. എങ്കിലും കാലാകാലങ്ങളിൽ ഇവിടത്തെ ഋഷിവര്യന്മാര് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ വരിയുണ്ട്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ അതാത് കാലങ്ങളിൽ വേണ്ടത് പ്രകൃതി തന്നെ ഭാരതത്തിൽ ചെയ്യും. അതുകൊണ്ട് ഭാരതത്തെ തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ എന്ന് പറയാറുണ്ട്. ഇത് ദേവനിർമ്മിതമായ ദേശമാണ്. ഈശ്വരൻ തന്നെ 10 പ്രാവശ്യം ഭാരതത്തിൽ അവതരിച്ചു വന്നതായിട്ട് ദശാവതാരങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ദൈവം ദൈവപുത്രനെ അയച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ സൗദി അറേബ്യയിലെ പ്രാകൃതരായ ജനങ്ങളെ കുറച്ചെങ്കിലും സംസ്കാരമുള്ളവരാക്കാൻ ഒരു പ്രവാചകനെ അയച്ചു 1300 വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈശ്വരൻ തന്നെ 10 അവതാരത്തിലൂടെ വന്ന ഒരു രാഷ്ട്രം, ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം, സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐക്യം നിലനിർത്തുന്ന ഒരു രാഷ്ട്രം. ആ ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, മദർ ഓഫ് ഓൾ റിലീജിയൻസ് ആൻഡ് മദർ ഓഫ് ഓൾ കൾച്ചേഴ്സ്, ഐ ബോൺ ടു ദാറ്റ് കൺട്രി ആൻഡ് ദാറ്റ് കൾച്ചർ. എല്ലാ സംസ്കാരങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും മാതാവ് ഭാരതമാണ്, ഭാരതീയ സംസ്കാരമാണ്. 21st century belongs to India and Indian culture. 21ാം നൂറ്റാണ്ട് ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനുമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഭാരതത്തെ ഇല്ലാതെയാക്കാൻ അകത്തു നിന്നും പുറത്തു നിന്നും അനവധി വ്യക്തികൾ ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാര് ടാർഗറ്റ് ഇട്ടത് ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്യൻ രാജ്യം, രണ്ടാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ആഫ്രിക്കയും, മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും മതപരിവർത്തനം ചെയ്യാനാണ്. ഇന്ന് കേരളത്തിലെ ഭാരതത്തിലെ ക്രിസ്ത്യാനികളിലൂടെ വിദേശ ക്രിസ്ത്യാനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോക്കുകളെല്ലാം അഭിമുഖീകരിച്ചിട്ടും അനുഭവിച്ചിട്ടും ഭാരതം എന്ന രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്നു. ഹൈന്ദവ സംസ്കാരത്തിന് ഇന്ന് ഭാരതത്തില് അനവധി ശത്രുക്കളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് അറിയണം. ഒന്ന്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ യുക്തിവാദവും നിരീശ്വരവാദവും മറ്റൊരു മതത്തിനെതിരെയും അവരെടുക്കാറില്ല. ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര് ഹിന്ദുക്കൾക്കെതിരെ തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത്. ഹിന്ദുക്കളായ യുക്തിവാദികള് ശബരിമലയ്ക്കും നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിനും നമ്മുടെ പൈതൃകത്തിലെ ആചാരങ്ങൾക്കും നന്മകൾക്കും എതിരെ മാത്രമാണ് ഹിന്ദുക്കളായ യുക്തിവാദികൾ പ്രവർത്തിക്കാറുള്ളത്. അതുപോലെ ഒരു ക്രിസ്ത്യൻ മിഷണറിയും ഭാരതത്തിലെ മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കാറില്ല. അവർ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമെല്ലാം ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്തുന്നതിലൂടെയാണ്. അതേപോലെ മുസ്ലിങ്ങള് ലവ് ജിഹാദിലൂടെയും അല്ലാതെയും എത്രത്തോളം ഹിന്ദുക്കളെ മതം പരിവർത്തനം നടത്താൻ സാധിക്കുമോ
അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വശം. കോൺഗ്രസിലെ തന്നെ MLA-മാരും MP-മാരുമാണ് അടുത്ത കാലത്ത് ഹൈന്ദവമായ ഏത് സംഭവങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ അതിശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ഈ സംസ്കാരത്തെ കരിവാരി തേക്കാൻ മുമ്പോട്ട് വരുന്നത് ഒരു വലിയ സമൂഹം കോൺഗ്രസ്സുകാരാണ്. ഏത് ഹിന്ദുവും ക്രിസ്തുമതത്തിലേക്ക് പോയാൽ അത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും സേവനത്തിന്റെ മറവച്ചും എല്ലാം ചെയ്യുമ്പോഴും ഇവിടുത്തെ ഭരണകർത്താക്കളായിരുന്ന കോൺഗ്രസ്സുകാർക്ക് യാതൊരു വിഷമവും ഇല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരു വിഷമവും ഇല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷേ സ്വന്തം ധർമ്മത്തിലേക്ക് അവർ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ അവരിങ്ങോട്ട് വരുമ്പോഴാണ് ഇവരെല്ലാം പ്രതിഷേധിക്കുന്നത്. മാതാ മൃതാനന്ദമയിക്കെതിരെ ഇല്ലാത്ത ആരോപണം ചെലുത്തി ജോൺ ബ്രിട്ടാസും അതുപോലെ മുസ്ലിങ്ങളുടെ ചാനലായ മീഡിയ വണ്ണും കമ്മ്യൂണിസ്റ്റുകാരുടെ ചാനലായ കൈരളി ടിവിയും ആക്രോശിച്ചപ്പോൾ അതേ ലെവലിലായിരുന്നില്ല മതപരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് സേവനത്തിലൂടെ അഴിച്ചുവിട്ട ബംഗാളും അതുപോലെ ഉത്തര ഭാരതത്തിലെ ഭൂരിഭാഗം പ്രദേശത്തും മതപരിവർത്തനം നടത്തുന്ന അൽബേനിയക്കാരിയായ മദർ തെരേസയ്ക്കെതിരെ ഒരു വരി ഒരു ഹിന്ദു നേതാവ് പറഞ്ഞപ്പോൾ അവര് നന്മകളാണ് ചെയ്യുന്നത്, പക്ഷേ ലക്ഷ്യം മതപരിവർത്തനമാണ്, അത്രയേ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞത് ഒരു കൊടുങ്കാറ്റാക്കി മാറ്റിയത് കോൺഗ്രസ്സുകാരാണ്. അതിന് കാരണമുണ്ട്. അവരുടെ നേതാവ് ഇറ്റലിയിൽ നിന്ന് വന്ന പോപ്പിന്റെ സംഗീതത്തിനൊത്ത് നൃത്തം വയ്ക്കുന്ന ഒരു സോണിയാഗാന്ധിയും കത്തോലിക്ക ഫാമിലിയിൽപ്പെട്ട കുടുംബവുമാണ്. അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാൻ ഏറ്റവും പറ്റിയ വളക്കൂറുള്ള മണ്ണ് ഭാരതമാണ്. അതിന് കൂട്ടുനിൽക്കാൻ ലക്ഷക്കണക്കിന് മിഷണറിമാര് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും കേരളത്തിൽ നിന്നുള്ളവരുണ്ട് താനും. അപ്പോ ഹൈന്ദവ ജനത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റ് മതങ്ങളിൽ നിന്നും യുക്തിവാദികളിൽ നിന്നും പിന്നെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നിന്നുമെല്ലാം ഒരു തരത്തില് വോട്ട് ബാങ്കിന്റെ വോട്ട് പ്രതീക്ഷിച്ച് സ്വന്തം മാതൃധർമ്മത്തെ അവഹേളിക്കുന്ന ഈ അവസ്ഥയില് ഈ കാലഘട്ടത്തില് ഈ ഡർബിയില് UK-യില് ഹൈന്ദവ സംസ്കാരത്തിന്റെ പുനരുദ്ധാരണത്തിന് എല്ലാ ജാതിയിലും പെട്ടവര്, ഒരു വരി കൂടി ഇടയ്ക്ക് ഞാൻ ചേർക്കാം, ഇപ്പൊ ധാരാളം ക്രിസ്ത്യാനികളും കുറച്ച് മുസ്ലിങ്ങളും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ അസാധാരണമായ ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു വർഷത്തിന് മുമ്പ് പറയുമായിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അടുത്ത കാലത്ത് 3 ദിവസം മുമ്പ് ചാലക്കുടിയില് ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു. 3 ദിവസം മുമ്പ് ഞാൻ പ്രഭാഷണ സ്ഥലത്ത് കുറെ നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങളുടെ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയി. ആ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് കുറേ നേരം ആ വഴിയിലൂടെ വെറുതെ നടന്നു ചുറ്റിക്കറങ്ങിയപ്പോ ഒരു ഡസനിലധികം ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം, അവര് ക്രിസ്ത്യാനികളാന്ന് ഞാൻ അറിയുന്നത്, അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ കാറിൽ കുരിശുണ്ട്, അവരുടെ കഴുത്തിലെ മാലയിലും കുരിശുണ്ട്, അവരുടെ ഭാഷാപ്രയോഗത്തിലും കുറച്ച് വ്യത്യാസം കണ്ടു. പക്ഷെ അത് ആധികാരികമല്ല. അവർ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും റൂട്ടിൽ വെച്ച് കാണുമ്പോഴും കാറിലേക്ക് കയറുമ്പോഴും എന്റെ അടുത്ത് വന്ന് ഷെയ്ക്കാൻഡ് തന്ന്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറല്ലേ, സാറിന്റെ യൂട്യൂബ് ഞങ്ങൾ കാണാറുണ്ട്, ക്രിസ്തുമതത്തിലുള്ള അന്ധവിശ്വാസവും അതുപോലെ ഞങ്ങളുടെ ദുരാചാരങ്ങളും ഈ സംസ്കാരത്തിന് ചേരാത്തതുമായ കാര്യങ്ങളെ സാറ് ഷാർപ്പായിട്ട് പറയുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. നിങ്ങൾ കുറേ പേര് ഇങ്ങനെയുള്ള
ഒരു ചിന്താധാര എന്തുകൊണ്ട് ഞങ്ങൾ മാറ്റുന്നില്ല, പള്ളിക്കാർ മാറ്റുന്നില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹിന്ദുധർമ്മം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാറേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് പറയുന്ന അവരുടെ മനസാക്ഷി. അവരെ എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് എന്നെ അറിയുന്നത് യൂട്യൂബിലൂടെ മാത്രമാണ്. അപ്പൊ ശരിക്ക് നല്ലൊരു വിഭാഗം ഹൈന്ദവ ജനത, നല്ലൊരു വിഭാഗം ക്രൈസ്തവ ജനത, അതുപോലെ നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാര്, പിന്നെ ഹൈന്ദവ ജനതയില് SNDPക്കാര്, NSSകാര്, മറ്റ് ശാഖകളും ഉപശാഖകളും ഇന്ന് ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിക്കണം, അത് ഉൾക്കൊള്ളണം, അതിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം, ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണം എന്ന ഒരു ശുദ്ധീകരണ ചൈതന്യത്തോടുകൂടി മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെയുള്ളവര് UK-യിലെ ഡർബിയില് ഈ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം നടത്താൻ മുമ്പോട്ട് വന്ന നിങ്ങളെപ്പോലെയുള്ളവര് ഇംഗ്ലണ്ടിൽ എവിടെയെല്ലാം നിങ്ങൾക്ക് സാധിക്കുമോ അവിടെയെല്ലാം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഈ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് നമ്മുടെ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രചരിപ്പിക്കാനും അതിനകത്ത് അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ നിരാകരിക്കാനും ദൂരീകരിക്കാനും ആധുനികമായ നന്മകളും പുരാതനമായ നന്മകളും ഒരുമിച്ച് ചേർക്കാനും ഒരാളോടും വിദ്വേഷമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ വേദങ്ങൾ പ്രചരിപ്പിക്കാനും ആചാരങ്ങൾ പ്രചരിപ്പിക്കാനും ഭാരതീയമായ ഈശ്വര സങ്കല്പം അത് പ്രചരിപ്പിക്കാനും ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക സംഭാവനകൾ പൂർവിക ഭാരതത്തിന്റെയും ഇപ്പോഴത്തെയും ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാനും സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സനാതന ധർമ്മത്തെ ഉൾക്കൊള്ളുന്ന ഭാരതീയ മൂല്യങ്ങളിലെ ചൈതന്യം ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന ഏത് മതത്തിലുള്ളവനെയും അടിച്ചകത്താക്കാനും നമ്മൾ ശ്രമിക്കണം, നിരന്തരം പരിശ്രമിക്കണം. അതിനോട് പൂർവികർ ചെയ്തിരുന്നതാ. മാത്രമല്ല ഒരു കാര്യത്തിലും വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. അവരോട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അവരന്ധമായി പഠിച്ച ആ പുസ്തകത്തിൽ നിന്ന് ഒരു വരിയെടുത്ത് ഉത്തരമായിട്ട് കൊടുത്താൽ മതി. മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. അവരോട് എന്ത് ചോദിച്ചാലും അല്ലാഹുവും പ്രവാചകനും എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിക്കും. അവരുടെ തലയ്ക്കകത്ത് വേറെ ഒന്നും കയറില്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും അവര് പരസ്പരം ബോംബുണ്ടാക്കിയും കൊന്നും ചത്തും കൊലവിളിച്ചും ചോര ചീന്തിയും അവരുടെ ആൾക്കാരെ തന്നെ കൊല്ലുന്നത്. പുറത്തുനിന്ന് ആർക്കും അവരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പ്രകൃതി അവരെ നിയന്ത്രിക്കാൻ അവരൊക്കെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വാദിക്കാനും ജയിക്കാനും ഹൈന്ദവ ജനതയുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചാൽ വൈവിധ്യമാർന്ന ഋഷിവര്യന്മാരുടെ വൈവിധ്യമാർന്ന കൃതികളിലെ വൈവിധ്യമാർന്ന വിഷയങ്ങള് അനവധി കാലങ്ങളിൽ എഴുതിയ അനവധി ഗ്രന്ഥങ്ങളിലൂടെയാണ്. നമുക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. അത് സംസ്കൃതത്തിൽ എഴുതിയത്. 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട് സംസ്കൃതത്തിൽ എഴുതിയത്. ഭാരതത്തിലെ 22 ഭാഷകളിൽ എഴുതിയിരിക്കുന്ന 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുണ്ട്. അത് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നമ്മുടെ ഋഷിവര്യന്മാർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണത്. അപ്പൊ അതില് നൂതനങ്ങളായ പലതും ചേരും, സമകാലീന പ്രസക്തമല്ലാത്ത പലതും മാറ്റപ്പെടും. അതുകൊണ്ട് ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതേ ചെയ്യുള്ളൂ എന്നില്ല. ആ പുസ്തകത്തിന് ശേഷം വീണ്ടും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങള് ഒരു മഹാസാഗരം മാതിരിയാണ്. അതിൽ പുരാണങ്ങള് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്, കഥകളിലൂടെ അതിൽ മഹാഭാരതം അനുഭവങ്ങളും കഥകളും ചേർത്ത്
പിന്നെ രാമായണം കഥകളില്ലാതെ അനുഭവങ്ങൾ മാത്രം ചേർത്ത്, പിന്നെ ജീവിത സന്ദേശങ്ങൾ നൽകുന്ന വേദങ്ങള്, പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഉപനിഷത്തുക്കള്. അപ്പോ ക്രിസ്ത്യാനിക്ക് LKG പഠിച്ചവനും PhD പഠിച്ചവനും ഒരു പുസ്തകമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കും അതേ ഉള്ളൂ. അവന്റെ ഇന്റലക്ച്വൽ അക്കാഡമിക് കപ്പാസിറ്റി മാറുന്നതിനനുസരിച്ച് പുസ്തകങ്ങൾ മാറുന്നില്ല. നമുക്കങ്ങനെയല്ല. സാധാരണക്കാരന് പുരാണമാണ്, അത് കഥയാണ്, ചരിത്രമല്ല. ഉയർന്നുയർന്നു വരുമ്പോ നമ്മൾ ഉപനിഷത്തിലേക്ക് എത്തണം. നമ്മളുടെ ആചാരങ്ങൾ ഈശ്വരനെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. ആത്മീയതയുണ്ടെങ്കിൽ പോലും അന്ധം തമ പ്രവിശന്തിയെ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോയോ വിദ്യായാമൃതാഹ. ആത്മീയത മാത്രമുള്ള ഒരു ആചാരമല്ല നമുക്കുള്ളത്, സയൻസ് മാത്രമുള്ള ഒരു ആചാരവുമല്ല. സയൻസും ആത്മീയതയും ചേർന്നൊരാചാരമാണ്. വിദ്യാം ച അവിദ്യാം ച ഏതത് വേദ ഉഭയം സഹ. ഉഭയം വേദ, രണ്ടു തരത്തിലുള്ള അറിവാണുള്ളത്. ഒന്ന് എക്സ്പെരിമെന്റൽ നോളജ്, രണ്ട് എക്സ്പീരിയൻഷ്യൽ നോളജ്. അതായത് സയന്റിഫിക് നോളജ് ആൻഡ് സ്പിരിച്വൽ നോളജ്, രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്, പ്യുവർ സൈക്കോളജി ഉണ്ട്. ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്, പ്യുവർ ഫിസിയോളജി ഉണ്ട്. കുടുംബ ബന്ധത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്, പ്യുവർ സോഷ്യോളജി ഉണ്ട്. സമൂഹത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്, അതിനകത്ത് ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്. അതിനകത്ത് കൾച്ചറൽ യൂണിറ്റി എന്നൊരു സങ്കല്പമുണ്ട്, സോഷ്യോളജി ഉണ്ട്. അതിനകത്ത് കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ആത്മീയതയും സോഷ്യോളജിയും ചേർന്നതാ. അപ്പൊ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, അതില് നാഷണൽ പാട്രിയോട്ടിക് അപ്രോച്ച് ഉണ്ട്, കൾച്ചറൽ അപ്രോച്ച് ഉണ്ട്, സ്പിരിച്വൽ അപ്രോച്ച് ഉണ്ട്. ഇവിടെ ഒന്നും ദൈവം എന്നുള്ളത് നമുക്ക് അവസാന വാക്കല്ല. ഖുറാനില് അള്ളാഹുവാണ് അവസാന വാക്ക്. അള്ളാഹു ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മതി. ഏത് വ്യക്തിക്കും ഭൂമി പരന്നതാണ് മുസ്ലിം ആണെങ്കിൽ. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മൃഗങ്ങളെ കൊന്ന് ബലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തന്നെ സൃഷ്ടിയായ 17 കോടി മൃഗങ്ങളെ ബക്രീദിന്റെ പേരില് ഹോമിക്കാൻ, അത് പാവങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ള പേരും. അത് അതേപോലെ ബൈബിളില് യഹോവ പറഞ്ഞിട്ടുണ്ട് ഭൂമി പരന്നതാണ്. യഹോവ പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ ദൈവം നിനക്കുണ്ടാവരുത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം, മറ്റൊരു ദൈവത്തെ പൂജിക്കരുത്. അതുകൊണ്ട് മറ്റൊരു ദൈവത്തെ എവിടെയെല്ലാം കണ്ടോ, മറ്റൊരു ക്ഷേത്രത്തെ എവിടെയെല്ലാം കണ്ടോ, മറ്റൊരു ഋഷിവര്യന്മാരെയോ ധർമ്മത്തിലെ ആചാര്യന്മാരെയോ കണ്ടോ, അവരെയൊക്കെ കൊല്ലുന്നത് തന്നെയാണ്, നശിപ്പിക്കുന്നത് തന്നെയാണ് പുണ്യവാളനാവാനുള്ള ലക്ഷണം. അതുകൊണ്ടാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ ഡെഡ് ബോഡി ഇന്നും സൂക്ഷിച്ച് അയാളെ പൂജിക്കുന്നത്. ഇങ്ങനെ ചെയ്തത് ഒന്ന് മാത്രം. പക്ഷെ ഭാരതത്തിൽ അതല്ല. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയും സൈക്കോളജിയുമുണ്ട്, ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയും ഫിസിയോളജിയും ഉണ്ട്, കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്ന ആചാരങ്ങളിൽ ആത്മീയതയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയുമുണ്ട്, സാംസ്കാരിക മൂല്യത്തിൽ ആത്മീയതയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും കൾച്ചറൽ വാല്യൂസിന്റെ ഇന്റഗ്രേഷൻ ഉണ്ട്. പിന്നെ സമൂഹത്തിന്റെ ഐക്യത്തിന്, സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മുടെ പൈതൃക ഋഷിവര്യന്മാര് പറഞ്ഞു, നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ. നമ്മുടെ വേദങ്ങൾ പറയുന്നു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ. എല്ലാവരും സുഖമായിരിക്കണം. ഏത് മതത്തിലുള്ള ആളായാലും
ഏത് രാജ്യത്തിലുള്ള ആളായാലും സുഖമായിരിക്കണം. മാ വിദ്വിഷ വഹൈ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നാരായണ ഗുരുദേവ ജാതി ഭേദം ഉണ്ടാവാൻ പാടില്ല, മതഭേദമുണ്ട്, മതദ്വേഷം ഉണ്ടാവാൻ പാടില്ല, എല്ലാവരും സോദരത്വേന വാഴണം. അങ്ങനെ ഒരു സ്ഥാപനമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹിന്ദു ധർമ്മത്തിലും സവർണരും വരേണ്യവർഗവും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല. ആ ധർമ്മം കൈകാര്യം ചെയ്ത വ്യക്തികളാണ് അബദ്ധം കാണിച്ചത്. അതിന്ന് മാറി ഏതായാലും ഹൈന്ദവ ജനത ഈ ധർമ്മം മതം പ്രചരിപ്പിക്കാനായിട്ട് ആരെയും കൊന്നിട്ടില്ല, കുഴിച്ചു മൂടിയിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. ഹിന്ദുക്കൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ ആരാധന മാത്രം ശരി, എന്റെ ഋഷിവര്യന്മാർ പറഞ്ഞത് മാത്രം ശരിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ശരി എവിടെയെല്ലാം ഉണ്ടോ അത് നമ്മുടേതാണ്. ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത. ഇപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളില്, നമ്മുടെ ആചാരങ്ങളില്, നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളില് എല്ലാം ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ചേർന്നതാ. അഹങ്കാരത്തിന്റെയും ഭീഷണിയുടെയും അവഹേളനത്തിന്റെയും ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ഈശ്വരനല്ല നമുക്കുള്ളത്. ക്ഷേത്ര ആചാരങ്ങള് അവതാരത്തിന്റെ ലെവലിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് നമ്മൾ ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിലേക്ക് ഉയർന്ന് പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായി കാണുന്ന ലെവലിലേക്ക് ഉയർന്ന് സർവചരാചരങ്ങൾക്കകത്തും പുറത്തും തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാക്യത എന്ന് പറയുന്ന ജീവാത്മ പരമാത്മ ചൈതന്യത്തെയാണ് ഭാരതീയർ ഈശ്വരനായിട്ട് കണ്ടത്. അപ്പോ വലിയ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ലാത്ത, ബുദ്ധിപരമായ വളർച്ച എത്താത്ത വ്യക്തിയുടെ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ ഉയർന്ന ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള വ്യക്തികളുടെ ഈശ്വര സങ്കല്പം അതനുസരിച്ച് ഉയരുകയാണ്. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന രീതിയിലല്ല MSc പഠിച്ച വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു വ്യക്തി വായിക്കുന്ന പുസ്തകമല്ല MSc പഠിക്കുന്ന വ്യക്തി വായിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തി അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടുള്ള വീക്ഷണമല്ല MSc പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി ആചാരങ്ങളോട് വെച്ച് പുലർത്തേണ്ട വീക്ഷണം. 4ാം ക്ലാസ്സിലെ വ്യക്തി ആരാധിക്കുന്ന ലെവലിലുള്ള ചിന്തകളല്ല ഹയർ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾ ആരാധന നടത്തുമ്പോൾ മനസ്സിനകത്തുണ്ടാവേണ്ടത്. ഈ ഒരു സങ്കല്പം ഹിന്ദു ധർമ്മത്തിൽ മാത്രമുള്ളത്. എല്ലാ നന്മകളും എന്റെ ഈശ്വരൻ്റേത് മാത്രമാണ് എന്ന് മറ്റു മതങ്ങൾ പറയുമ്പോൾ എല്ലാ വഴികളും പരമമായ സത്യത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആകാശാത് പതിതന്തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറഞ്ഞവരാ നമ്മള്. നമുക്ക് സയൻസ് അന്യമായിരുന്നില്ല. വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരെ നമ്മൾ മഹർഷിമാരെന്ന് പറയുന്നു. വിശ്വാമിത്ര ഋഷി, കണ്വ ഋഷി, വേദവ്യാസ മഹർഷി, ആയുർവേദ ഗ്രന്ഥമായ ശാസ്ത്രഗ്രന്ഥങ്ങൾ സയന്റിഫിക് ലിറ്ററേച്ചർ എഴുതിയ ചരക മഹർഷിയെയും നമ്മൾ മഹർഷി എന്ന് പറയുന്നു. ചരക മഹർഷി, സുശ്രുത മഹർഷി, ഭരദ്വാജ മഹർഷി, യന്ത്രസർവസ്വം എന്ന 140ൽ പരം യന്ത്രങ്ങളെ കുറിച്ച് വിവരണം നൽകുന്ന ആ ഗ്രന്ഥം എഴുതിയ വ്യക്തിയെയും നമ്മൾ ഭരദ്വാജ മഹർഷി എന്ന് പറഞ്ഞു. ഋഗ്വേദം ആത്മീയ ഗ്രന്ഥാണ്. അതിന്റെ ഉപവേദം എന്നുള്ളത് എക്കണോമിക്സ്, അർത്ഥശാസ്ത്രമാണ്. യജുർവേദം ആത്മീയ ഗ്രന്ഥാണ്. അതിന്റെ സബ്സിഡിയറി അഥവാ ഉപവേദം ധനുർവേദം സയൻസ് ഓഫ് ആർച്ചറിയാണ്. സാമവേദം ആത്മീയ ഗ്രന്ഥാണ്. അതിന്റെ ഉപവേദം ഗാന്ധർവവേദം സംഗീതവും നൃത്തവുമാണ്. അഥർവവേദം ആത്മീയ ഗ്രന്ഥാണ്. അതിന്റെ ഉപവേദമാണ് ആയുർവേദവും തച്ചുശാസ്ത്രവും സിവിൽ എഞ്ചിനീയറിംഗും ദ സയൻസ് ഓഫ് ഹെൽത്ത്. ഇപ്പൊ ഭാരതത്തില് ശാസ്ത്രജ്ഞന്മാരെ ചുട്ടുകൊന്നിട്ടില്ല,
ശാസ്ത്രജ്ഞന്മാരെ കഴുത്തറുത്ത് കൊന്നിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരെ ബൈബിളിനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ ഭാരതീയ ഗ്രന്ഥങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന കാരണത്തിൽ നശിപ്പിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിൽ ആചാര്യന്മാരായിരുന്നു. ആര്യഭടാചാര്യൻ, വരാഹമിഹിരാചാര്യൻ, ഭാസ്കരാചാര്യൻ, ലല്ലാചാര്യൻ, മഞ്ജുളാചാര്യൻ, പരമേശ്വരാചാര്യൻ, നീലകണ്ഠ സോമയാജി, ഇവരെല്ലാം മാത്തമാറ്റിക്സും അസ്ട്രോണമിയും എഴുതിയവരാണ്. അവരെ ആചാര്യന്മാരായിട്ട് കണക്കാക്കിയിരുന്നു. അടുത്ത കാലം വരെയും അവരെ ആചാര്യന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആചാര്യ PC റേ, ആചാര്യ JC ബോസ് എന്നുള്ള പേര് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഭാരതത്തിൽ സയൻസും ആത്മീയതയും ഒരുമിച്ച് ചേർത്തവരാണ്. നമ്മുടെ രാഷ്ട്രത്തില് എന്നും ഈ സനാതന ധർമ്മ അപ്രോച്ച് ഉണ്ടായി. ഇനി നമുക്ക് വേണ്ടത് ആത്മാഭിമാനത്തോടുകൂടി ഭാരതത്തെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഈ ഡർബിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവര് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഹിന്ദുക്കളുണ്ടാവും. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നിങ്ങൾ ഭാരതത്തിന്റെ മക്കളാണ്. നിങ്ങൾ സനാതന ധർമ്മത്തിന്റെ രക്തവാഹകരാണ്. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിൽ എവിടെ ചെന്ന് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുക്കുമ്പോഴും ഭാരതത്തെയും കൂടി ചേർത്താ പറയാം. ആ ഭാരതം എന്നുള്ളതാണ് മുമ്പിൽ വരുന്നത്. ഭാരതത്തെ ആര് ഭരിക്കുന്നു, ഭാരതം ആര് ഭരിക്കുന്നു, ആര് ഭരിക്കപ്പെടുന്നു എന്നുള്ളതല്ല. ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ഒരു ആത്മീയ രാഷ്ട്രമാണ്. ഭാരതത്തിലെ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികള്, പ്രത്യേകിച്ച് കേരളീയര്, ഈ ഭാരതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുസരിച്ച് കറുത്ത വർഗക്കാരെ എത്ര പേരെയാ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത്. അങ്ങനെയൊന്നും കേരളത്തിലോ ഭാരതത്തിലോ സംഭവിക്കുന്നില്ല. ചില തിന്മകൾ ഏതെങ്കിലും കോർണറിൽ ഭാരതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ 70 വയസ്സായ ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തത് ബംഗ്ലാദേശിൽ നിന്ന് കയറി വന്ന റൗഡികളാണ്. അത് മുഴുവനും ഹൈന്ദവ ജനതയുടെ തലയിലാ വയ്ക്കുക. ആഗ്രയില് പള്ളി ആക്രമിച്ചതില് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ ഉത്തർപ്രദേശില് പാവപ്പെട്ട നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വേഷം ധരിച്ച പള്ളിയിലച്ചന്മാര് മതപരിവർത്തനം ചെയ്യുന്നതിനെതിരെയാണ് പ്രതികരിച്ചത്. കാവി ഉടുത്ത്, രുദ്രാക്ഷമിട്ട്, ഭസ്മം തൊട്ട് ബൈബിളും ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തിയതിനെതിരെയാണ് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് പള്ളി വെച്ച് അവിടെയുള്ളവരെ മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഹിന്ദു പ്രതികരിക്കുന്നു. അത് മുഴുവനും അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തും ലോകത്തിന്റെ ചിന്തകരുടെ മുമ്പിലും ഭാരതത്തിലെ ക്രിസ്ത്യാനികള് ക്രൂശിക്കപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ഇവിടത്തെ കാത്തലിക് ബിഷപ്സ് സംഘടനയും ഇവിടത്തെ കർദിനാൾമാരും ഇവിടത്തെ ബിഷപ്പുമാരുമാണ്. മിനിഞ്ഞാന്ന് മാതൃഭൂമിയിലും ക്രിസ്ത്യൻ പത്രമായ മംഗളത്തിലും എല്ലാ പത്രങ്ങളിലും ഒരു ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാദർ മുങ്ങി 9 വയസ്സായി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് അത് ഈ കർദിനാൾമാരൊന്നും അറിഞ്ഞിട്ടില്ലേ, ബിഷപ്പുമാർ അറിഞ്ഞിട്ടില്ലേ? 70 വയസ്സായിട്ടുള്ള കന്യാസ്ത്രീയെ സംരക്ഷിക്കാൻ ആ കന്യാസ്ത്രീ മഠത്തിലാരും ഉണ്ടായിരുന്നില്ല. പകരം ഭാരതം ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ കന്യാസ്ത്രീയുടെ മഠത്തിൽ കാവല് നിൽക്കണം. എന്തിനാ? ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ. ഈ ഇവിടത്തെ കർദിനാളിന്റെ മൂക്കിന്റെ താഴെയുള്ള ഒരച്ഛനാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്ത് ദുബായിലേക്ക് മുങ്ങിയത്. അതിൽ കർദിനാളിന് ഉത്തരവാദിത്വമില്ലേ എന്നൊരു ചോദ്യവും കൂടി ചോദിക്കാൻ ഹൈന്ദവ സംഘടനയിലെ ജനത മുമ്പോട്ട് വരണം. മതവിദ്വേഷം ഉണ്ടാക്കാനോ മറ്റുള്ളവരെ എതിർക്കാനോ അല്ല. എല്ലാ ക്രിസ്ത്യാനികളും മിഷണറി പ്രവർത്തനം നടത്തുന്നവരല്ല. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമല്ല. പക്ഷേ തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. മതപരിവർത്തനം നടത്തുന്നവരെല്ലാം ക്രിസ്ത്യാനികളാണ്. എല്ലാ ക്രിസ്ത്യാനികളും മതപരിവർത്തനം നടത്തുന്നില്ല. മതപരിവർത്തനം നടത്തുന്നതൊക്കെ ക്രിസ്ത്യാനികളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. അതും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത്രയും കാലം നമുക്ക് സത്യം പറയാൻ സാധിച്ചിട്ടില്ല.
നമുക്ക് സത്യം വിദ്വേഷമില്ലാതെ പറയാനും സാധിക്കുമ്പോഴാണ് പത്രമാധ്യമങ്ങൾ എന്ത് ഭാരതത്തിൽ സംഭവിച്ചാലും അതെല്ലാം ഹിന്ദുത്വം അല്ലെങ്കിൽ ഹൈന്ദവ ജനത കാവ്യവൽക്കരണത്തിന് തലയിൽ കെട്ടിവെക്കുകയാണ്. ഈ 60 വർഷം ഭരിച്ചവർക്ക് ഈ നാട്ടില് ജനതയെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമായിട്ട് വേർതിരിക്കാനേ സാധിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഭൂരിപക്ഷത്തിന് ഇല്ലാത്തതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുകയും, ഇന്നലത്തെ ഗവൺമെന്റ് റിപ്പോർട്ടാണ് കേരളത്തില് ന്യൂനപക്ഷത്തിലെ യുവാക്കൾക്ക് 30 ലക്ഷം രൂപ വ്യവസായം തുടങ്ങാനായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. ഭൂരിപക്ഷക്കാരെ എന്ത് കുഴപ്പം ചെയ്തിട്ട് അവർക്ക് കൊടുക്കാതിരിക്കുന്നത്? ന്യൂനപക്ഷക്കാർക്ക് കോളേജുകളും സ്കൂളുകളും എല്ലാ സൗകര്യങ്ങളും, മദ്രസകളില് ഇസ്ലാം മതം പഠിപ്പിക്കാൻ വരെ സ്റ്റൈപ്പൻഡ്, മൗലവിമാർക്ക് ശമ്പളം, അവർക്ക് ഫ്രീ അരി എല്ലാം കൊടുക്കുന്നു. ഈ നാടിന്റെ സംസ്കാരത്തിന്റെ വാഹകരായ ഹിന്ദുക്കൾക്ക് ഇതൊന്നും അർഹതയില്ല. ലോകത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ പീഡനത്തിന് വിധേയമാകുന്നത് ഭാരതത്തിൽ മാത്രമാണ്. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചുമുള്ള മതപരിവർത്തനവും. എത്രയോ അമ്പലങ്ങള് കത്തിച്ചപ്പോ ക്രൈസ്തവരാണ് ശബരിമല കത്തിച്ചത്. പക്ഷെ ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിന്റെ പാപഭാരവും ഹിന്ദുക്കൾക്കാണ്. ഹൈന്ദവ അമ്പലങ്ങളോ പള്ളികളോ ഹൈന്ദവ ജനതയുടെ എന്തെങ്കിലുമോ കത്തിച്ചാല് പത്രമാധ്യമങ്ങളിൽ പോലും വരാറില്ല. ഇതുകൂടി നമ്മൾ അറിയണം. വികാരമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വിചാരമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തില് നമുക്ക് നമ്മളോട് ബഹുമാനമില്ലെങ്കിൽ പിന്നെ പുറമേ ഉള്ളവർ നമ്മളെ ബഹുമാനിക്കുമെന്ന് ധരിക്കരുത്. നമ്മുടെ ഗ്രന്ഥങ്ങള്, നമ്മുടെ ആചാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, ഇത് പഠിച്ച് ഇതാണ് ഹിന്ദുധർമ്മം എന്ന് ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ലോക ജനത ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് തിരിച്ചറിയും. പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും കുറേ പ്രാവശ്യം പോകാനും അവിടെ കുറേ കാലം ചെലവഴിക്കാനും ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ക്രൈസ്തവ മതം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവിടെ പോയിട്ടുണ്ടാക്കിയ പള്ളിയിൽ ആൾക്കാർ പോകുന്നു എന്നല്ലാതെ അവിടെയുള്ളവർ പള്ളിയിൽ പോവാറില്ല. അവരുടെ മനസ്സിൽ ഇപ്പൊ ശൂന്യതയാണ്. അവരുടെ മനസ്സിലേക്ക് സനാതന ധർമ്മം കൊടുക്കാനുള്ള ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഡർബിയിലെ ഹൈന്ദവ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാര് ചെയ്യുന്ന തിന്മകൾക്കെതിരെ കേരളത്തിലെ ഹൈന്ദവ ജനതയാണ് ഈ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത്. വീണ്ടും ഞാൻ പറയുന്നു, ജോസഫ് പുലിക്കുന്നിലിനെ പോലെയുള്ളവര്, ഡോക്ടർ CI ഐസക്കിനെ പോലെയുള്ളവര്, ഡോക്ടർ CP മാത്യുവിനെ പോലെയുള്ളവര്, ഡോക്ടർ ടോണി മാത്യുവിനെ പോലെ ഉള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികള്, പഠിച്ചവര്, പ്രൊഫസോറിയൽ ക്വാളിറ്റി ഉള്ളവര്, അവർ പറയാറുണ്ട്, വി ആർ ഹിന്ദുസ് ബട്ട് അവർ ഇഷ്ടദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവർ ഹിന്ദുക്കളാണ്, അവർ ആരാധിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണെന്ന് മാത്രം. ഇപ്പൊ നന്മ നിറഞ്ഞ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. എല്ലാവരും തിന്മ ചെയ്യുന്നവരല്ല. ഒരു കാര്യം എന്നും ഓർമ്മിക്കാം, 30 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു യേശു ക്രിസ്തുവിനെ വെക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തില് ഒരു ബൈബിളും ഖുർആനും വെക്കാൻ ഭാരതീയന് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അതുപോലെ ഏതൊരു ഈശ്വര സങ്കല്പത്തെ എടുക്കാനും, ഏതൊരു ആചാരം എടുക്കാനും, ഏതൊരു വിശ്വാസം എടുക്കാനും ഹൈന്ദവ ജനതയ്ക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇന്നും നിങ്ങൾ ഏതെങ്കിലും ബസ്സിലോ ഏതെങ്കിലും കടയിലോ ക്രിസ്തുവിന്റെയും ഹിന്ദു ഈശ്വരന്റെയും കാബയുടെയും ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബസ് അല്ലെങ്കിൽ ആ ഹോട്ടല് അല്ലെങ്കിൽ ആ കട ഒരു ഹിന്ദുവിന്റെ ആയിരിക്കും. ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൽ മരിക്കുന്നവര് ഭാരതത്തിന്റെ കൃഷ്ണനെയോ രാമനെയോ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളോ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൽ മരിക്കുന്ന ഹിന്ദുക്കള് ഭാരതത്തിൻ്റെതല്ലാത്ത യേശു ക്രിസ്തുവിനെയും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത
ഖുർആനും അള്ളാഹുവും ഭാരതീയർ സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഭീമാ പള്ളിയിലും തിരുവനന്തപുരത്തെ വെട്ടിക്കാട്ട് പള്ളിയിലും പോകുന്ന ആയിരക്കണക്കിന് ഹിന്ദുക്കളുണ്ട്. പക്ഷേ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരുന്ന എത്ര ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്? കൂടി വന്നാൽ 1/2 ഡസൻ. അവര് ആ അമ്പലത്തിലേക്ക് വന്ന് നേരെ പിന്നെ പള്ളിയിലേക്കാ പോവാ. ഓർമ്മിക്കാം, എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ ഹൈന്ദവ ജനതയുടെ രക്തമുള്ളവരാ നമ്മള്. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അഭിമാനവും നമ്മളെക്കുറിച്ചുള്ള ആ ആത്മസംതൃപ്തിയുമില്ലെങ്കിൽ മറ്റൊരുവൻ നമ്മളെ ബഹുമാനിക്കില്ല. ആദ്യം നമ്മൾ ഭാരതീയരാണ്, രണ്ടാമതും നമ്മൾ ഭാരതീയരാണ്, മൂന്നാമതും നമ്മൾ ഭാരതീയരാണ്. ആ ഭാരതീയത എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗവും കൂടിയാണ്. I am an Indian first, I am an Indian second, and I am an Indian third. That Indianness contains our culture. എന്നുകൂടി മനസ്സിലാക്കി നല്ലവണ്ണം പഠിച്ച് ആധുനികമായ എല്ലാ നന്മകളും സ്വീകരിച്ച് പുരാതനമായ എല്ലാ നന്മകളും കൈവിടാതെ, പുരാതനമായ ഒരു നന്മയും കൈവിടാതെ ധന്യമായി ഒരു ഹിന്ദു എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ്, അഭിമാനത്തോടുകൂടി പഠിക്കാനുള്ളത് പഠിച്ച്, അഭിമാനത്തോടുകൂടി പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ച് ധന്യമായി ജീവിക്കാൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് ഭാരതീയരും ഭാരതത്തെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സഹനാവവതു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സഹനവും പുനക്തു, കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം. സഹവീര്യം കരവാവഹൈ, ഒരുമിച്ച് പ്രവർത്തിക്കാം. തേജസ്വിനാവധീതമസ്തു, നമുക്ക് തേജസ്വികളായി തീരാം. മാ വിദ്വിഷാവഹൈ, ഒരു വിദ്വേഷവുമില്ലാത്ത ഒരു ജീവിത ശൈലി. ആനോ ഭദ്രാഹ ക്രതവോ എന്ത വിശ്വത, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അത് സ്വീകരിച്ചുകൊണ്ട് ധന്യമായി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഹൈന്ദവ സമ്മേളനത്തില് പങ്കെടുക്കുന്ന ഡർബിയില്, UK ഡർബിയിലെ ഹൈന്ദവ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഞാൻ പ്രണാമമർപ്പിക്കുന്നു. അടുത്ത വർഷത്തെ നിങ്ങളുടെ സമ്മേളനത്തില് തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണൻ ഉണ്ടാകും എന്നും വാക്ക് തരുന്നു. ഈ വർഷം വരാൻ പറ്റാത്തത് വളരെ വളരെ മുമ്പ് തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാ പരിപാടികളും ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പോലും സ്പെയർ ചെയ്യാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് വരാത്തത് എന്നുകൂടി അറിയിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.